ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പോലീസിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി പട്ടിക്കാട് ചുങ്കത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പാർട്ടി മണ്ഡലം പ്രസിഡന്റ് അത്തീബ് ശാന്തപുരം പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. പോലീസിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, ഒത്താശ ചെയ്തവർക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിക്കാട് ചുങ്കത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത പ്രതിഷേധ സംഗമം വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് അത്തീഖ് ശാന്തപുരം ഉദ്ഘാടനം ചെയ്തു. പോലീസിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത് പ്രഹസനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ വളരെ ചുരുങ്ങിയ കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ SP വന്നതിന് ശേഷം കേസുകളുടെ എണ്ണത്തിൽ 3 മടങ്ങ് 4 മടങ്ങ് വർധനയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ അവസരത്തിൽ നമ്മൾ ഒന്നുകൂടി ആലോചിക്കണം. ഇന്ന് ടിക്കറ്റുകളിൽ, ഹാർഡ് കോർ ടിക്കറ്റുകളിൽ, ഹിന്ദുത്വയുടെ ഹാർഡ് കോർ ടിക്കറ്റുകളിൽ നിരന്തരം ഇടയ്ക്കിടയ്ക്ക് ഒരു ആവശ്യം ഉന്നയിക്കും. മലപ്പുറം ജില്ല കേന്ദ്രഭരണ പ്രദേശമാക്കണം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് കൃത്യമായി RSS വിഭാവന ചെയ്യുന്ന, RSSന്റെ തലയിലുദിച്ച ഒരു പ്രത്യയശാസ്ത്രം ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ഉത്സിത ശ്രമമാണ് ഇന്ന് മലപ്പുറം ജില്ല മുസ്ലിം ഭൂരിപക്ഷ ജില്ല ആസ്ഥാനമാക്കി RSSന്റെ പദ്ധതിയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ വകുപ്പും നടത്തുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ട് ADGPയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണത്തിൽ തയ്യാറുണ്ടോ എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് തോന്നിക്കാനുള്ളത്. KSTM സംസ്ഥാന കമ്മിറ്റി അംഗം ഷെയ്ഖ് മുത്തൂട്ടി, FITU ജില്ലാ സെക്രട്ടറി ME ഷുക്കൂർ, ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മണ്ഡലം പ്രസിഡന്റ് ഫഹീം ഇർഫാൻ, പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അസ്ലം കല്ലടി, സെക്രട്ടറി T അമീൻ, KP സലാം, PK ജലീൽ, ഷബീർ VK, നൂർജഹാൻ മൂച്ചിക്കൽ, റഹ്മത്ത് മോളി, PK അബ്ദുൽ സലാം മാസ്റ്റർ തുടങ്ങിയവർ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.